Hello. Welcome to the class 2 of the bridge course. We will see about the programming basics today. About C programming in the basics are C programming or C is a high level language. C is a high level language. English like words printf, scanf English like words language high level language. High level language using a compiler we will be converting this high level language to low level language which is understandable by the computer. Computer മനസ്സിലാവുന്ന 1010 combination ഉള്ള binary ക്കകത്തേക്ക് മാറ്റുന്നതാണ് compilation അല്ലെങ്കിൽ compiler will convert this high level language to low level language. അപ്പോൾ C പ്രോഗ്രാമിന്റെ C compiler will convert this C program to low level language. Okay. Now C program first of all we have to write this hash include portion, that is hash include stdio.h. So I am including this file, അതായത് printf, scanf അങ്ങനെയുള്ള ഫങ്ഷൻസിൻ്റെ ഡെഫിനേഷനുള്ള ഫയലാണത് stdio.h, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡോട്ട് ഹെഡർ ഫയൽ. അപ്പോൾ ഈ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് printf, scanf അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസിൻ്റെ ഡെഫിനേഷൻ ഉള്ളത് ഇതിനകത്താണ്. Now I am writing the main function. So int main എന്നുള്ളത് മെയിൻ ഫംഗ്ഷൻ അകത്തുനിന്നാണ് അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ഫ്രം ദി മെയിൻ ഫംഗ്ഷൻ. ഇപ്പോൾ ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് കേർലി ബ്രാക്കറ്റിനകത്താണ് മെയിൻ ഫംഗ്ഷനകത്തുള്ള ബോഡി കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഐ ആം ഗോയിങ് ടു ഡിക്ലെയർ എ വേരിയബിൾ ഇൻറ്റ് എ കൊമ ബി. രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം. വേരിയബിൾസ് എന്നുള്ളത് വേരിയബിൾസ് ആർ നെയിംഡ് മെമ്മറി ലൊക്കേഷൻസ്. മെമ്മറി ലൊക്കേഷനിൽ പേര് കൊടുക്കുന്നതാണ് വേരിയബിൾസ് ഉള്ളത്. അപ്പോൾ റാൻഡം ആക്സസ് മെമ്മറി, അതിനകത്ത് ലൊക്കേഷൻസിന് പേര് കൊടുക്കുന്നതാണ് വേരിയബിൾ നെയിമിംഗ് അല്ലെങ്കിൽ വേരിയബിൾസ് ആർ നെയിംഡ് ലൊക്കേഷൻസ്. അപ്പോൾ ഇൻറ്റ് എന്നുള്ള വേരിയബിൾ ഡിക്ലറേഷൻ മീൻസ് ഇൻ ദാറ്റ് ഏരിയ, ആ റാമിൻ്റെ ഏരിയയ്ക്കകത്ത് നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാം? വി ക്യാൻ സ്റ്റോർ numbers without point and integers എന്നുള്ളത് numbers without points can be stored in this a and b. രണ്ട് ലൊക്കേഷൻസ് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. പേര് എ ബി എന്നാണ്. ഈ എ ബി എന്ന പേര് നമുക്ക് എന്തും കൊടുക്കാം. വേരിയബിൾ നെയിംസ് ക്യാൻ ബി എനിത്തിങ്. ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ ക്യാരക്ടർ. അതുപോലെ ഇടയ്ക്ക് സ്പേസ് ഉണ്ടാകാൻ പാടില്ല. സ്പേസിന് പകരം നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? വി ക്യാൻ യൂസ് അണ്ടർസ്കോർ. അപ്പോൾ അതൊക്കെയാണ് വേരിയബിൾസിൻ്റെ പേരിൻ്റെ ഒരു പ്രത്യേകതകൾ. അപ്പോൾ സ്റ്റാർട്ട് വിത്ത് ക്യാരക്ടർ. A1 B1 എന്ന് കൊടുക്കാം, മാർക്ക് 1 കൊടുക്കാം, ഇംഗ്ലീഷ് മലയാളം എന്ന് കൊടുക്കാം. നിങ്ങൾ അത് മീനിങ് ഫുൾ നെയിംസ് എല്ലാം കൊടുക്കാം. അപ്പോൾ ഇൻറ്റ് എ ബി മീൻസ് ഐ ആം ഡിക്ലെയറിങ് 2 വേരിയബിൾസ് ഫോർ സ്റ്റോറിങ് ഇൻറ്റിജർ വാല്യൂസ്. ഓക്കെ. എന്താണ് എ ഈസ് ഈക്വൽ ടു 10 എന്ന് കൊടുത്താൽ ഞാൻ എ എന്ന് പേര് കൊടുക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും? അവിടെ 10 എന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. ബി ഈസ് ഈക്വൽ 20 കൊടുത്താൽ ബിക്കകത്തേക്ക് 20 സ്റ്റോർ ചെയ്യും. എ ആൻഡ് ബി. ഓക്കെ. എ ആൻഡ് ബി കണ്ടെയ്ൻസ് നൗ 2 വാല്യൂസ്, എ ഈക്വൽ 10, ബി ഈക്വൽസ് 20. ഞാൻ വേറൊരു വേരിയബിൾ കൂടി കൊടുക്കുകയാണ് ഫോർ സ്റ്റോറിങ് ദ ആൻസർ ഓഫ് ദിസ് സം. ഐ ആം യൂസിങ് ആസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ ഇതെല്ലാം അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. അതായത് 10 is assigned to A, 20 is assigned to B, A plus B, A 10 B 20 മനസ്സിലായി. അപ്പോൾ A plus B is 30 is assigned to C. അപ്പോൾ റൈറ്റ് ഹാൻഡ് ഉള്ള സ്ഥലം, റൈറ്റ് സൈഡിലുള്ള സ്ഥലങ്ങൾ ഉള്ള എക്സ്പ്രഷൻ ഇവാലുവേഷൻ കഴിയുമ്പോൾ ദാറ്റ് ഈസ് സ്റ്റോർ ടു സി. ഓക്കെ. ഇപ്പോൾ സിക്കകത്ത് വാല്യൂ ഉണ്ട്. ഈ സി നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്കത് പ്രിൻ്റ് ചെയ്യാം. പ്രിൻറ്റിങ് ഇസ് ഫോർ, ഇപ്പോൾ എയും ബിയും സിയും മെമ്മറിക്കകത്തുള്ളത് നമുക്കത് നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോഴാണ് മെമ്മറിക്കകത്ത് നിന്ന് സ്ക്രീനിനകത്ത് വരിക. അപ്പോൾ അതിനുവേണ്ടി ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. printf എന്നൊരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. printf ഒരു ഫംഗ്ഷൻ, അപ്പോൾ അതിന് ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ്സ് ഉണ്ടാവും. ബ്രാക്കറ്റിനകത്താണ് കൊടുക്കേണ്ടത്.
നമ്മൾ കോഡ്സിനകത്ത് എന്ത് കൊടുത്താലും അതെന്ത് ചെയ്യും, അതുപോലെ തന്നെ എഴുതി വരും. ഞാനിപ്പോൾ ദ സം ഓഫ് നമ്പേഴ്സ് ഇങ്ങനെ കോഡ്സിൽ കൊടുത്താൽ ദ സം ഓഫ് നമ്പേഴ്സ് എഴുതി വരും. അപ്പോൾ ഞാൻ കഴിഞ്ഞ സം ഓഫ് നമ്പേഴ്സ് ഐ ആം ഗിവിങ് എ സിമ്പിൾ ലൈക്ക് %d ആൻഡ് %d ഈസ് %d. ഓക്കെ, അപ്പോൾ ഈ %d ഈസ് കോൾഡ് ദി ഫോർമാറ്റ് സ്പെസിഫയർ. അപ്പോൾ അത് ഇൻറ്റിജർ ആണെങ്കിൽ നമുക്ക് ഇൻറ്റിജർ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ആ %d എവിടെ കൊടുത്തിരിക്കുന്നു അവിടെയാണ് എന്ത് വരിക, ആ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ആകും. ഇനി കോമ ഇടുക, എന്നിട്ട് ഇവിടെ 3 %d കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏതെല്ലാം വാല്യൂസാണ് വരേണ്ടത് ആ വാല്യൂസ് കൊടുക്കുക. ഞാനിപ്പോൾ A, B, C എന്ന് കൊടുക്കും. അതായത് എന്താ സംഭവിക്കുന്നത്, ഓരോ %dക്ക് പകരം ഒന്നാമത്തെ %dക്ക് പകരം A വരും, രണ്ടാമത്തെ %dക്ക് പകരം B വരും, മൂന്നാമത്തെ %dക്ക് പകരം C വരും. സോ ദി സം ഓഫ് നമ്പേഴ്സ് 10 and 20 ഈസ് എന്ന് പറഞ്ഞ ആൻസർ വരും. ഓക്കെ, സോ printf ഈസ് ഫോർ പ്രിൻറ്റിങ് എനിത്തിങ്. പ്രിൻറ്റിങ് വേരിയബിൾ നെയിം ആണെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യണം, നമുക്ക് ഒരു ഫോർമാറ്റ് സ്പെസിഫയറും കൊടുത്തിട്ട് വേരിയബിൾ നെയിം കൊടുക്കുക. അല്ലെങ്കിൽ വെറുതെ കോഡ്സിൽ കൊടുക്കുകയാണെങ്കിൽ ആ കോഡ്സിൽ കൊടുത്ത കാര്യം അതുപോലെ പ്രിൻ്റ് വരും. ഇപ്പോൾ എന്താ വരിക, ദ സം ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ നമ്പറിൻ്റെ വാല്യൂ വരും, ആൻഡ് സെക്കൻഡ് നമ്പറിൻ്റെ വാല്യൂ വരും, ഈസ് തേർഡ് നമ്പറിൻ്റെ വാല്യൂ വരും. ഓക്കെ, വിൽ ട്രൈ ടു കമ്പൈൽ. നമുക്ക് ആദ്യം സേവ് ചെയ്യാം. അപ്പോൾ ഒരു ആദ്യം ഫോൾഡർ ഉണ്ടാക്കാം, ക്രിയേറ്റ് ഫോൾഡർ. ഞാൻ ബ്രിഡ്ജ് എന്ന പേരിൽ ഫോൾഡർ ഉണ്ടാക്കി. ഓക്കെ, അതിനകത്ത് ഞാനിപ്പോൾ sum.c എന്ന പേരിൽ പ്രോഗ്രാം സേവ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ sum.c എന്ന പേര് സേവ് ചെയ്തു. അപ്പോൾ ഇത് പ്രോഗ്രാം, ഇപ്പോൾ ഞാൻ ആദ്യം പ്രോഗ്രാം ടൈപ്പ് ചെയ്തു, സേവ് ചെയ്തപ്പോൾ പ്രോഗ്രാം അങ്ങോട്ട് പോയി, പ്രോഗ്രാം ഹാർഡ് ഡിസ്കിൽ സേവ് ആയി. അപ്പോൾ അതിൻ്റെ പേര് sum.c എന്നാണ്. ഈ ആ ഒരു ഉബുണ്ടുവിനകത്ത് ഐ ഹാവ് ടേക്കൺ എ ടെർമിനൽ. ആപ്ലിക്കേഷനകത്ത് ആക്സറീസിനകത്ത് ടെർമിനൽ എടുത്തു. അവിടുന്ന് കമ്പൈൽ ചെയ്യാം. കമ്പൈൽ ചെയ്യാൻ നമുക്ക് ആ ഫോൾഡറിലേക്ക് മാറണം. സോ CD ബ്രിഡ്ജ് എന്ന ഫോൾഡറിലേക്ക് ചേഞ്ച് ചെയ്യുക, കാരണം അതിനകത്താണ് പ്രോഗ്രാം ഉള്ളത്. ഞാൻ യൂസിങ് G++ ഇസ് എ കമ്പൈലർ. ഐ എം കമ്പൈലിംഗ് G++. പ്രോഗ്രാം നെയിം ഈസ് sum.c. ഓക്കെ, എറേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ചാൽ, അതായത് കമ്പൈലേഷൻ എറേഴ്സ്, അതായത് C ലാംഗ്വേജിൻ്റെ റൂൾസ് പാലിക്കാതെ നമ്മൾ പ്രോഗ്രാം എഴുതിയെങ്കിൽ ഇപ്പോൾ എറേഴ്സ് കാണിച്ചാൽ. ഇപ്പോൾ എറേഴ്സ് കാണിച്ചിട്ടുള്ള കാരണം എന്താണ്, പ്രോഗ്രാം ഈസ് ഓക്കെ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ./a.out എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രോഗ്രാം വിൽ എക്സിക്യൂട്ട്. അപ്പോൾ ഔട്ട്പുട്ട് നോക്കാം, ദ സം ഓഫ് നമ്പേഴ്സ് 10 and 20 ഈസ് 30 എന്നുണ്ട്. അത് കഴിഞ്ഞ് സെയിം ലൈനകത്ത് വീണ്ടും നമ്മൾ പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ കാര്യം ചെയ്യുന്നു, അത് ഈ പ്രിൻറ്റിങ് കഴിയുമ്പോൾ നെക്സ്റ്റ് ലൈനിലേക്ക് കൺട്രോൾ പോകണം. അതിനുവേണ്ടി വേറൊന്നും ചെയ്യാനില്ല, ഇവിടെ ലാസ്റ്റ് എന്ത് കൊടുത്താൽ മതി, ഒരു /n എന്ന് കൊടുത്താൽ അതെന്ത് ചെയ്യും, ഇറ്റ് വിൽ മൂവ് ടു ദി നെക്സ്റ്റ് ലൈൻ. ഞാനിപ്പോൾ അത് സേവ് ചെയ്തു. ഞാനത് വീണ്ടും കമ്പൈൽ ചെയ്യുകയാണ്. ഓക്കെ, ./a.out. ഓക്കെ, നോക്കുക, സം ഓഫ് നമ്പേഴ്സ് 10 and 20 ഈസ് 30 എന്ന്. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് കണ്ടു, സം ഓഫ് നമ്പേഴ്സ് 10 and 20 ഈസ് 30 ഔട്ട്പുട്ട് വന്നത്. പ്രോഗ്രാം നോക്കുക, #include std.h ഓർത്ത് മെയിൻ ഫംഗ്ഷൻ ഉണ്ട്, 3 വേരിയബിൾസ് ഉണ്ട്, A10 B20 എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം ഞാൻ എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്താലും ഔട്ട്പുട്ട് എന്തായിരിക്കും, സം ഓഫ് നമ്പേഴ്സ് 10 and 20 ഈസ് 30 എന്നായിരിക്കും. ബട്ട് ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് എനിക്ക് വേണം. ഓക്കെ, ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് എനിക്ക് വേണം. ഓക്കെ, സോ ഐ നീഡ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട്സ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് എയും ബിയും നമുക്ക് കീബോർഡിനകത്ത് വാങ്ങിക്കാൻ പറയണം. എങ്കിൽ മാത്രം നമുക്ക് വാല്യൂസ് നമുക്ക് ഓരോ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂസ് മാറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് എന്ത് പറയാം, ഇവിടെ നമുക്ക് scanf എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കീബോർഡിനകത്ത് വാങ്ങിക്കാം. സോ scanf എന്ന് കൊടുക്കുന്നു.
പഴയ പോലെ തന്നെ പെർസെൻറ്റേജ് ഡി കോമ സ്കാൻഎഫിൻ്റെ സിൻടാക്സിനകത്ത് നമുക്ക് വെറുതെ എ കോമ ബി എന്ന് കൊടുത്താൽ പോരാ, പകരം എന്ത് കൊടുക്കണം, പകരം നമുക്ക് അതിൻ്റെ അഡ്രസ്സ് കൂടി റെഫർ ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് ആംബർസാൻഡ് എ കോമ ആംബർസാൻഡ് ബി എന്ന് പറഞ്ഞു. അത് മെമ്മറി അഡ്രസ്സ് വഴിയാണ് എയിലേക്കും ബിയിലേക്കും സ്റ്റോർ ചെയ്യും. അപ്പോൾ സ്കാൻഎഫ് പെർസെൻറ്റേജ് ഡി എ ബി എന്ന് കൊടുത്തു. വീണ്ടും ഈ വാല്യൂസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡ്യൂറിങ് എക്സിക്യൂഷൻ എന്ത് ചെയ്യും, സ്കാൻഎഫ് ഈസ് ദി ഫംഗ്ഷൻ വിച്ച് അക്സെപ്റ്റ്സ് വാല്യൂസ്. അപ്പോൾ രണ്ട് വാല്യൂസ് കീബോർഡിൽ നിന്ന് വാങ്ങിച്ചിട്ട് എയിലും ബിയിലും സ്റ്റോർ ചെയ്യും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, കമ്പൈൽ ചെയ്യാം. ഓക്കെ, കമ്പൈൽഡ്. ഓക്കെ, ഇവിടെ എററുണ്ട്. ഇതുപോലെ എന്താണ് റൂൾസ് പാലിച്ചില്ലെങ്കിൽ സംഭവിക്കും, എറേഴ്സ് വരും. സോ വി നീഡ് ടു കറക്റ്റ് ദി എറർ എന്താ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യണം. ഇവിടെ സെമിക്കോളം കൊടുത്തിട്ടില്ല, അതാണ് എറർ. അതായത് എല്ലാ ലൈനിൻ്റെ അവസാനം സെമിക്കോളം വേണം. അപ്പോൾ അതൊരു റൂളാണ്. അതായത് സെമിക്കോളം കാണുമ്പോഴാണ് ലൈൻ എൻഡിങ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വി നീഡ് ടു ഗീവ് എ സെമിക്കോളൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഈച്ച് ലൈൻ. ഞാനത് സേവ് ചെയ്തു. അഗെയിൻ കമ്പൈൽ ചെയ്യാം. കമ്പൈലേഷൻ കഴിഞ്ഞു. ഇനി റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ നോക്കുക എന്ത് സംഭവിക്കുന്നത് നോക്കുക. ഞാനിപ്പോൾ ഒരു ക്ലിയർ എന്ന കമാൻഡ് ഉപയോഗിച്ച് സ്ക്രീനിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, ഇത് വെറുതെ വെയിറ്റ് ചെയ്യണം. അതായത് എന്താണ് വെയിറ്റിംഗ് എന്നുള്ളത്. ഇപ്പോൾ സ്കാൻഎഫ് വർക്ക് ചെയ്യണം. അതായത് ഇറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ ദി നമ്പേഴ്സ് ടു ബി എൻഡ്. ഞാനിവിടെ 30 എന്ന് കൊടുത്തു. ആദ്യത്തെ നമ്പർ 30 ആണ്, എയിലേക്ക് പോകേണ്ടത്. അടുത്ത നമ്പർ 70 കൊടുത്തു, എൻ്റർ അടിച്ചു. ഓക്കെ, സോ ദ സം ഓഫ് നമ്പേഴ്സ് 30 and 70 ഈസ് 100. അപ്പോൾ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും. വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഒരു കേഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത നമ്പർ കൊടുത്തു 12, 13. ഓക്കെ, 25. അപ്പോൾ ഇതിപ്പോൾ എന്താണ്, രണ്ട് നമ്പേഴ്സ് കീബോർഡിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്, ഔട്ട്പുട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സ്ക്രീനിനകത്ത് ഒരു മെസ്സേജും വരാത്തതുകൊണ്ട് വി ഡോണ്ട് നോ വാട്ട് ടു ഡു. അല്ലേ, രണ്ട് നമ്പേഴ്സ് കൊടുക്കണം എന്ന് മനസ്സിലാകാനുള്ള കാരണം എന്താണ്, ഞാനിപ്പോൾ പ്രോഗ്രാം എഴുതിയതുകൊണ്ടാണ്. സോ വി നീഡ് ടു ഗീവ് പ്രോപ്പർ മെസ്സേജസ്. അപ്പോൾ അതിനുവേണ്ടി നോക്കാം, എന്തെങ്കിലും നോക്കാം. അതായത് ഈ സമയത്ത് വെറുതെ വെയിറ്റ് ചെയ്യാതെ ഒരു മെസ്സേജ് കാണിച്ചാൽ അതെന്താവും, യൂസർ ഫ്രണ്ട്ലി ആവും. അപ്പോൾ ഞാൻ കാര്യം ചെയ്താൽ ആദ്യം ഞാൻ എൻ്റെ ഒരു യൂസിങ് എ printf ഐ ആം പ്രിൻറ്റിങ് എ മെസ്സേജ്. ഇപ്പോൾ ക്യാപ്ഷനിൽ കൊടുക്കാം, ദിസ് പ്രോഗ്രാം ആഡ്സ് 2 നമ്പേഴ്സ്. ഒരു സ്ലാഷൻ കൊടുത്താൽ മാത്രമേ നെക്സ്റ്റ് ലൈനിലേക്ക് വരുള്ളൂ. അപ്പോൾ ഞാനത് സ്ലാഷൻ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഇപ്പോൾ നമ്മൾ കോഡ്സിനകത്ത് എന്ത് കൊടുത്തോ അത് സ്ക്രീനിൽ അതുപോലെ എഴുതി തരും. അപ്പോൾ എന്താ വരുന്നത്, ദിസ് പ്രോഗ്രാം ആഡ്സ് 2 നമ്പേഴ്സ് വന്നു. ഇനി എന്താ നമുക്ക് വരേണ്ടത്, അതായത് 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞാൽ മാത്രമാണ് നമുക്കത് യൂസർ ഫ്രണ്ട്ലി ആവുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും എന്ത് കാര്യം ചെയ്യുന്നു, printf എന്ന് കൊടുത്തിട്ട് എന്ത് കൊടുക്കുന്നു, എനിക്ക് ഒരു സ്റ്റാർ കൊടുക്കട്ടെ. അതായത് എൻ്റെ അണ്ടർലൈനിനെ കൊടുക്കാം. അത് ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. അതായത് അതിൻ്റെ താഴെ ഒരു സ്റ്റാറിൻ്റെ അണ്ടർലൈൻ വരും. വീണ്ടും ഞാൻ കാര്യം ചെയ്യണം, printf എന്ന് കൊടുത്തുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, എൻ്റർ 2 നമ്പേഴ്സ്, 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറയുന്നു, സ്ലാഷ്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്, എൻ്റർ 2 നമ്പേഴ്സ് കാണിക്കും. അപ്പോൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും 2 നമ്പർ കൊടുക്കണം മനസ്സിലാവും. അപ്പോൾ അത് ഈ പ്രോഗ്രാം ശരിക്കും ഇൻഡിജേഴ്സ് ഉറപ്പ് നോക്കാൻ ചെയ്യുമ്പോൾ ക്യാൻ ഗീവ് ഇൻഡിജേഴ്സ്, എൻ്റർ 2 ഇൻഡിജേഴ്സ് നോക്കാം. അതായത് പോയിന്റ് നമ്പേഴ്സ് വാങ്ങിക്കില്ല, കാരണം വി ആർ യൂസിങ് %d. ഫ്ലോട്ട് നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് %f ഉപയോഗിക്കണം. അതുപോലെ ഇൻറ്റിന് പകരം ഫ്ലോട്ട് ഉപയോഗിക്കണം. ഫ്ലോട്ട് ABC കൊടുക്കുകയാണെങ്കിൽ വി ക്യാൻ അക്സെപ്റ്റ് നമ്പേഴ്സ് ഹാവിങ് പോയിൻറ്റ്സ്. അപ്പോൾ സ്കാൻഎഫ് %d എന്നെല്ലാം കൊടുത്ത് കഴിയുമ്പോൾ 2 നമ്പേഴ്സ് വാങ്ങിക്കും. സോ ബിഫോർ ദാറ്റ് എൻ്റർ 2 ഇൻഡിജേഴ്സ് എഴുതി വരും. ഓക്കെ, നോക്കാം. അഗെയിൻ കമ്പൈൽ ഒന്ന് ക്ലിയർ ചെയ്യാം. അഗെയിൻ കമ്പൈൽ ചെയ്യുന്നു. ഓക്കെ, എറേഴ്സ് ഇല്ല. എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അവിടെ നമ്മൾ ഒരു സ്ലാഷനും കൊടുക്കാൻ മറന്നു പോയതുകൊണ്ട് മുകളിൽ വന്നു. അപ്പോൾ നമുക്കത് മാറ്റി കൊടുക്കാം. ഒന്ന് എക്സിക്യൂഷൻ കഴിഞ്ഞോട്ടെ. സോ എൻ്റർ 2 ഇൻഡിജേഴ്സ്, അതായത് ഈ സ്റ്റാർ കഴിഞ്ഞ് സ്ലാഷൻ കൊടുത്തിരുന്നെങ്കിൽ ഇത് താഴെ വന്നേനെ. ഓക്കെ, ഞാൻ 2 നമ്പേഴ്സ് കൊടുത്തു, 12ഉം 13ഉം കൊടുത്തു.
സം ഓഫ് നമ്പേഴ്സ് 12 and 13 is 25 ആണ്. നമുക്കത് സ്ലാഷും കൊടുക്കാം. ഇവിടെ സ്ലാഷും കൊടുക്കാത്തതുകൊണ്ടാണ് ഇതുകൂടി സെയിം ലൈനിൽ വന്നത്. സോ ഐ ഗിവിങ് സ്ലാഷൻ ഹിയർ. സേവ് ചെയ്തു, ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, കമ്പൈൽ ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, ദിസ് പ്രോഗ്രാം ആഡ്സ് 2 numbers. അത് രണ്ട് പ്രിൻ്റ് ഓഫ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി എൻ്റെ 2 integers 11 കൊടുത്തു, 14 കൊടുത്തു, 25. ദ സം ഓഫ് നമ്പേഴ്സ് 11 and 14 is 25. ഞാൻ വീണ്ടും എക്സിക്യൂട്ട് ചെയ്തു. എനിക്ക് എന്ത് ചെയ്യാം, വീണ്ടും വേറെ നമ്പേഴ്സ് കൊടുക്കാം. 45, 67. ഓക്കെ, വീണ്ടും എക്സിക്യൂട്ട് ചെയ്ത് നമ്പേഴ്സ് മാറ്റി കൊടുക്കാം. 230, 2, 3, 4, 5, 5, 6, 7, 8. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം ഇപ്പോൾ എന്താ, ഈ പ്രോഗ്രാം ഇപ്പോൾ യൂസർ ഫ്രണ്ട്ലി ആയി. ഈ പ്രോഗ്രാം എന്താണ്, എല്ലാ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ, അതായത് എല്ലാ നമ്പേഴ്സ് മീൻസ് ഇൻറ്റിജർ ലിമിറ്റ്. ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ 2 byte 16 ബിറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനകത്ത് നമുക്ക് ഏത് നമ്പേഴ്സും കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ വീണ്ടും സൈസ് കൂട്ടണേ നമുക്ക് ഇൻറ്റിന് പകരം എന്ത് ഉപയോഗിക്കാം, ലോങ് ഇൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വി ക്യാൻ യൂസ് ഹയർ നമ്പേഴ്സ്. നമ്മൾ പ്രോഗ്രാമിനകത്ത് വരുന്ന ഇൻപുട്ട് റേഞ്ച് എന്താണോ ആ റേഞ്ച് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ യൂസ് ഇൻറ്റ് അല്ലെങ്കിൽ ലോങ് ഇൻറ്റ് അല്ലെങ്കിൽ അതെല്ലാം ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് യു ആർ നൗ യു ഹാവ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദിസ്. പ്രിൻ്റ് കുറിച്ചും സ്കാൻഎഫിനെ കുറിച്ചും മനസ്സിലായിരിക്കണം. സോ പ്രിൻ്റ് ഈസ് ഫോർ പ്രിൻറ്റിങ് സംതിങ് ഓൺ ദി സ്ക്രീൻ, ഷോയിങ് ഡിസ്പ്ലേയിങ് സംതിങ് ഓൺ ദി സ്ക്രീൻ. സ്കാൻഎഫ് ഈസ് ഫോർ ഗെറ്റിംഗ് വാല്യൂ ഫ്രം കീബോർഡ്. അപ്പോൾ ഈ പ്രിൻ്റും സ്കാൻഎഫും എല്ലാം വർക്ക് ചെയ്യാൻ കാരണം എന്താണ്, ഈ ഒരു ഫയല് ഹെഡർ ഫയൽ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ഹെഡർ ഫയൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ പ്രിൻ്റും സ്കാൻഎഫും എന്ത് ചെയ്യും, അൺനോൺ സിമ്പിൾ അല്ലെങ്കിൽ അൺനോൺ എന്ന് കാണിക്കും. പ്രിൻ്റും സ്കാൻഎഫും എന്താണെന്ന് അറിയില്ല പറയും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഹെഡർ ഫയലിൻ്റെ ആവശ്യം. അപ്പോൾ ഈ സിൻടാക്സ് കൃത്യം മനസ്സിലാക്കുക. ആദ്യം ഹെഡർ ഫയൽ, അതിനുശേഷം മെയിൻ ഫംഗ്ഷൻ തുടങ്ങുന്നു. ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റിനകത്താണ് എല്ലാ കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എന്താണ് ബേസിക് സി പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, വാട്സപ്പ് വഴി ചോദിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇന്നൊരു ഹോംവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹോംവർക്ക് എന്നുള്ളത് പ്രോഗ്രാം ടു accept 3 marks. 3 മാർക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു. ഫൈൻഡ് ദ ടോട്ടൽ മാർക്സ്, ടോട്ടൽ കാണണം. പിന്നെ ഫൈൻഡ് അല്ലെങ്കിൽ ഗീവ് മോഡറേഷൻ ഓഫ് 10% മാർക്സ്. ആ ടോട്ടലിൽ 10% മാർക്ക് മോഡറേഷൻ കൊടുക്കുക. ദെൻ ഷോ ദി ഔട്ട്പുട്ട്സ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ കൂടി പ്രോഗ്രാം എഴുതി നോക്കുക. അതായത് പ്ലസിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ യൂസ്, പ്ലസിന് പകരം മൈനസ്, ഇൻറ്റു, ഡിവൈഡ് ബൈ. ഇൻറ്റു മീൻസ് സ്റ്റാർ ആണ്, ഡിവൈഡ് ബൈ മീൻസ് ഫോർവേഡ് സ്ലാഷ് ആണ്. ഇതിനകത്ത് യു ബി ഏബിൾ ടു ഡു ഡിവിഷൻ ഓൾസോ. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിൽ അതിനകത്ത് വരും. അപ്പോൾ 10+ ടോട്ടൽ കണ്ടുപിടിക്കുക, 3 മാർക്ക് വാങ്ങിക്കുക, ടോട്ടൽ കണ്ടുപിടിക്കുക, അതിനകത്ത് മോഡറേഷൻ കൊടുക്കുക, ടോട്ടൽ മാർക്കും കാണിക്കുക, അതുപോലെ മാർക്സ് വിത്ത് മോഡറേഷനും കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇത് പ്രോഗ്രാം എഴുതി നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.